കാലത്തെ രാഷ്ട്രീയ ബന്ധം എന്നുള്ളതിലുപരി ഒരു സാഹോദര്യ സ്നേഹം വെച്ച് പുലർത്തുന്ന പ്രിയപ്പെട്ട മാർട്ടിൻ ജോർജ്, ഏറ്റവും പ്രിയങ്കരനും കഴിഞ്ഞ 2-3 ടേം പേരാവൂരിലെ MLA ആയിരിക്കുമ്പോഴും പലപ്പോഴും ഭരിക്കുന്ന കാലഘട്ടത്തിൽ അത് ഏത് പാർട്ടിയും നോക്കാതെ സമരം ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി. ആ സമരത്തിൽ ആർക്കെതിരെ നോക്കിയാലും ഒരു വിഷയം പറഞ്ഞാൽ സണ്ണി ജോസഫ് സാറെ സംബന്ധിച്ച് അതിനകത്ത് ഒരു മടിയും ഒരു തർക്കവും പറയാതെ പറയുന്ന കാര്യങ്ങൾ പഠിക്കാനും പറ്റാവുന്ന സഹായങ്ങൾ സംഘടനാപരമായും അല്ലാതെയും നൽകിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഈ വേദി എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോഴും സമരത്തിന് ഗവൺമെന്റിനെതിരായിട്ട് സമരം ചെയ്ത ഒരാളാണ്. പക്ഷെ ഒരു അപ്രിയം പോലും ഈ നേതാക്കന്മാർ ഇരിക്കുന്നവർ, ശ്രീ മാറോളി സാറാകട്ടെ, അല്ലെങ്കിൽ PA നാരായൺ ചേട്ടനാവട്ടെ, അല്ലെങ്കിൽ സോണി സെബാസ്റ്റ്യൻ ആവട്ടെ, അല്ലെങ്കിൽ ചന്ദ്രനാവട്ടെ, ഈ എല്ലാവരും ഒരാളെ ഞാൻ ചെറുതായി കാണും. എവിടെ കണ്ടാലും കോൺഗ്രസ് ഭരിക്കുമ്പോഴും നമ്മൾ സർക്കാർ വിരുദ്ധ സമരം ചെയ്യുമ്പോൾ ഒരു അപ്രിയവും കാണിക്കാതെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന കുറെ ആളുകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ ഏഴോത്തുള്ള CN രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഉണ്ണിയേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുൻകൈയെടുത്ത് കുറെ ആളുകളെ നേരിട്ട് വിളിക്കണമെന്ന് പറഞ്ഞു. ഒരു 10-250 പേരെയെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യരും ഒന്ന് മോശമായി അല്ലെങ്കിൽ അത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് ഞങ്ങളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു ഘടകം മനുവാദ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യൻ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടുകയും ഇന്ത്യയിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന സാമൂഹ്യ വിഭാഗം എന്ന രീതിയിൽ തന്നെ ദലിതരും ആദിവാസികളും സാധാരണ മനുഷ്യരും അവരുടെ നിലനിൽപ്പിനെ പോലും ഭയപ്പെടുന്ന രീതിയിലാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾക്കൊള്ളുന്ന സംഘം ഒരു അക്രമോത്സുക രാഷ്ട്രീയം കെട്ടിപ്പടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും മതസങ്കല്പവും എല്ലാം തന്നെ ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസ് ആണ് ശരി, ഞാൻ ഒരിക്കലും കോൺഗ്രസ് ആണ് തെറ്റ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2016 ഞാനൊരു സമരമുഖത്ത് വരുന്നതാണ്. ഇവിടെ അരിപ്പ എന്ന് പറയുന്ന സമരത്തിൽ ഒരു 8-6 ജില്ലകളിലെ ആളുകളും 2016 ഒരു സമരത്തെ സഹായിക്കൂ എന്നുള്ള പേരിൽ ശ്രീ കുമ്മനം രാജശേഖരനും അത്തരം ആളുകളുമായിട്ട് എനിക്കൊരു സമരത്തിൽ സഹായിച്ചതിന്റെ ആത്മബന്ധമുണ്ടായിരുന്നു. അതേ കാലഘട്ടം തന്നെ പ്രതാപവർമ്മ തമ്പാൻ ഉൾപ്പെടെയുള്ള മരണപ്പെട്ടുപോയ നമ്മുടെ പൂർവ്വ നേതാവ് നമ്മുടെ സമരത്തിലേക്ക് വന്ന് പിന്തുണച്ചിരുന്നു. പക്ഷെ എന്നോട് പോലും ചോദിക്കാതെ ബാലുശ്ശേരിയിൽ എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് വാർത്തയുണ്ടായി. പക്ഷെ ഞാനത് അവരിയ്ക്കുന്ന വേദിയിൽ വെച്ച് വേലിത്തമ്പിയുടെ പേരിൽ ഒരു അവാർഡ് ദാനത്തിൽ അന്ന് ജസ്റ്റിസ് ശ്രീദേവി മേഡവും ശ്രീ കുമ്മനം രാജശേഖരനും എനിക്കുമായിരുന്നു അവാർഡ്. ഞാൻ ആ വേദിയിൽ വെച്ച് ഞാൻ പറഞ്ഞത്, ഞാനൊരിക്കലും കോൺഗ്രസിൽ നിന്ന് മാറിയിട്ടില്ല. കാരണം എന്റെ ചിന്ത, എന്നെ വളർത്തിയത് എന്റെ നാട്. ഇപ്പൊ ഒത്തിരി ആളുകൾ ഒരു ബസ് പിടിച്ചിട്ട് പഴയങ്ങാടിയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. കാരണം എന്നെ രൂപപ്പെടുത്തിയത് എന്റെ നാടാണ്. ആ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ എന്നെ കോൺഗ്രസിലേക്ക് കൈപിടിച്ച് വളരെ ചെറുപ്പം മുതൽ ഉയർത്തിയ ഒരു പ്രസ്ഥാനം ഒരു നാഷണൽ ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ലൈബ്രറിയുമാണ്. അതിന്റെ ദേശീയ പതാക കയറ്റുന്നത് പോലും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങളൊക്കെ കടന്നു വന്നത്. അതുകൊണ്ട് എനിക്ക് ആ പ്രസ്ഥാനത്തെ ഒരു കാലത്തും മറക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു കോൺഗ്രസ് ആണ് എന്ന് എപ്പോഴും പറയുന്നതിന് എനിക്കൊരു ആരുടെ മുമ്പിലും ഒരു മടിയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ആത്യന്തികമായി എന്റെ ഉള്ളിൽ കോൺഗ്രസ് വികാരമുണ്ട്. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ, കേരളത്തിന്റെ സാമൂഹ്യ പ്രശ്നം വരുമ്പോൾ അവിടെ ഞാൻ പ്രതികരിക്കുന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഇന്നലെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ റിപ്പോർട്ടർ ചാനലിന്റെയൊക്കെ വാർത്ത വന്നപ്പോഴും ഞാനെന്തേ കോൺഗ്രസ് അല്ലേ, സത്യം ഞാൻ അതിനോട് നിഷേധമൊന്നും പറയുന്നില്ല. 95 ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവേണ്ടി വന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു സാഹചര്യമാണ് എന്നെ
ആദിവാസി ദളിത് മേഖലയിലേക്ക് നയിച്ചത്. ഞാൻ ആദിവാസി രംഗത്തേക്ക് ആദ്യം പോകുന്നത് ഇവിടെ പയ്യാവൂർ സമരവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ബഹുമാന്യ സുധാകരൻ സാറിന്റെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന വലിയൊരു ഉപവാസ സമരമുണ്ട്. ആ സമയത്ത് മനോരമയിലെ ഒരു താൽക്കാലികമായി അന്നൊരു ട്രെയിനിയായിരുന്നു ജയപ്രകാശ്. അദ്ദേഹം ഇന്ന് കോഴിക്കോട് ബ്യൂറോയുടെ ചീഫാണ്, എന്റെ നാട്ടുകാരനും സഹോദരനാണ്. അദ്ദേഹം ആദിവാസി മേഖലയെക്കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞ് പേരാവൂരിലെ മുരിങ്ങോടി കോളനിയിൽ അവിടെ ചെന്നപ്പോ അവരുടെ ദുരിതവും മനസ്സിൽ മായാതെ കിടന്നപ്പോ ഇനി ഇവർക്ക് വേണ്ടിയാവണം ജീവിതമെന്ന് സ്വയം പറിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുള്ള പലപ്പോഴും എവിടെയോ തന്റെ ചരിത്രമൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എല്ലാം കളഞ്ഞ് പോയ ഒരാളാണ്. ഒരുപാട് മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയതിന്റെ ഫലമായി ആർലം ഫാം പോലുള്ള ആ ഭൂമിക ഏറ്റെടുക്കാൻ സാധിച്ചത് നിസ്സാരമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ശ്രീ വേലായുധേട്ടനൊക്കെ അതിന്റെ ചരിത്രം അറിയും. ഞാൻ അവിടെ 2001 അതിനകത്ത് കയറുമ്പോൾ അവിടെ കയറി ചെല്ലാൻ പറ്റത്തില്ല. കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലുണ്ടായിരുന്ന ആർലം ഫാം, സെക്യൂരിറ്റിക്കാരുടെയൊക്കെ പ്രയാസങ്ങൾ, അവരുണ്ടാക്കുന്ന ഹറാസ്മെന്റുകൾ, അതിനെയൊക്കെ അതിജീവിച്ചവരാണ്. പക്ഷേ മുത്തങ്ങ പോലുള്ളൊരു വിഷയം വന്നപ്പോൾ രാഷ്ട്രീയമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ AK ആന്റണിയെപ്പോലുള്ള ഒരു സ്വാത്വികനായ ഒരു മനുഷ്യസ്നേഹി മുത്തങ്ങക്ക് അദ്ദേഹം ഉണ്ടായൊരു നഷ്ടത്തിന് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ഒരിക്കലും നമുക്കൊന്ന് സ്വപ്നം കാണാൻ പോലും സാധിക്കാതിരുന്ന 7500 ഏക്കർ വരുന്ന ആർലം ഫാം. അതൊരു ആദിവാസികളുടെ പുനരധിവാസം എന്നുള്ള സാമൂഹ്യ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കേന്ദ്ര ഗവൺമെന്റ് AB വാജ്പേയി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. NDAയിലെ കൃഷിമന്ത്രി അജിത് സിംഗിനെ നേരിട്ട് പോയി കണ്ട ഇതിന് നിങ്ങൾ വില പറയരുത്, ഇത് ആദിവാസികളുടെ ഒരു പ്രതിവാസം എന്നുള്ള സാമൂഹ്യ ആവശ്യമാണ്. അങ്ങനെ പറഞ്ഞ് 42.9 കോടി രൂപക്ക് അത് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. അന്ന് കേരളത്തിലെ 7ഓളം വരുന്ന MPമാർ, ശ്രീ അബ്ദുൽ കുട്ടി അന്ന് കണ്ണൂരിലെ CPMന്റെ MP ആണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊടുക്കുന്നൊരു കത്തുണ്ട്. ആർലം ഫാം ആദിവാസികൾക്ക് നൽകരുത്, തുണ്ടവൽക്കരിക്കും, നശിക്കും, തെക്കേന്ത്യയിലെ ഏറ്റവും നല്ലൊരു ഫാമാണ് എന്ന് പറഞ്ഞ് നൽകിയ കത്തിന്റെ ഫാക്സ് സന്ദേശം ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് MA കുട്ടപ്പനാണ് അന്ന് എനിക്ക് ആ കത്ത് നൽകിയത്. ഞാൻ പറയുന്നത് ഒരു തെറ്റ് പറ്റിയിരുന്നു കോൺഗ്രസിന്. കോൺഗ്രസ് ആ തെറ്റ് തിരുത്തിയത് അവരെ പുനരധിവസിപ്പിച്ചുകൊണ്ടാണ്. ശ്രീ ഉമ്മൻചാണ്ടി 2014 അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് മുത്തങ്ങക്കാർക്കുള്ള സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അതിന്റെ നഷ്ടപരിഹാരം എന്ന രീതിയിൽ തന്നെ കാശും കൊടുത്തു, ഭൂമി കൊടുത്തു. അപ്പോൾ തിരുത്താൻ സാധിക്കുന്നത് അത് കോൺഗ്രസിന് മാത്രം. കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്തൊക്കെ നമുക്കറിയാം. അന്ന് ഈ TV-യിൽ മുഴുവൻ കൈരളി ചാനലുകാരന്റെ ഒരു ഫുട്ടേജാ വന്നത്. ആ കോളനികൾ പോലും കയറി ഇറങ്ങിയിട്ട് ജാനുവിന്റെയും കൂടെ പോയാൽ നിങ്ങളുടെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞ് ജാനുവിന്റെ കൂടെ പോകുന്ന ആളുകളെ ഭയപ്പെടുത്തി മാറ്റുകയും അതേസമയം പുറം സമൂഹത്തിന്റെ ഇടയിൽ ഈ പറയുന്ന ആന്റണിക്കെതിരായിട്ട് കോൺഗ്രസിനെതിരായിട്ട് വലിയ പ്രചരണം നടത്തി അവിടെ അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നു. തീർച്ചയായും CPMന് AKS എന്ന് പറയുന്ന ആദിവാസി ക്ഷേമസമിതി എന്ന് പറയുന്ന ഒരു സംഘടന പോലും രൂപീകരിക്കുന്നത് ഈ മുത്തങ്ങയ്ക്ക് ശേഷമാണ്. എന്താണ് CPM ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കാം. ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇന്ന് കേരളത്തിലെ സംബന്ധിച്ച്. കേരളത്തിലെ ദലിതരും ആദിവാസികളും എന്തുകൊണ്ടാണ് UDFനോടൊപ്പം ചേരുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു പക്ഷത്ത് നിൽക്കുന്നു ചോദിച്ചാൽ, കഴിഞ്ഞ 9.5 വർഷക്കാലത്തിലേറെയുള്ള തുടർഭരണം ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ ഒരു സമുദായം എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ പട്ടികജാതി വർഗ വിഭാഗങ്ങൾ, പിന്നോക്കക്കാരുമാണ്. കാരണം ഈ ഗ്രാന്റ് ഇല്ല കുട്ടികൾക്ക് പഠിക്കാൻ. നമുക്കറിയാം, പണ്ട് AK ആന്റണിയെ ഞാൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കരഞ്ഞിട്ടുള്ള ഒരാളാണ്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം സത്യമായി തുറന്നു പറയുന്ന ഒരു കാര്യമാണ്. മഹാരാജാസ് കോളേജിലെ പട്ടികജാതി വികസന വകുപ്പിന്റെ ഹരിജനക്ഷേമ ഹോസ്റ്റലിൽ നിന്ന് അവിടുന്ന് ആഹാരം കഴിച്ചാണ് എന്റെ കോളേജ് ജീവിതം ഞാൻ നയിച്ചത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ എതിർക്കുമ്പോഴും എന്റെ ഉള്ളിലുള്ള അദ്ദേഹത്തോടുള്ള സ്നേഹമുണ്ട്. അതൊരു ആന്റണി പക്ഷക്കാരൻ എന്നുള്ള സ്നേഹമല്ല. അത്തരം സാമൂഹ്യ ബോധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്ന് എത്രയോ വർഷമായിട്ട് കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നില്ല, അലവൻസ് കിട്ടുന്നില്ല, ഹോസ്റ്റൽ ഫീസ് കിട്ടുന്നില്ല. 100 കണക്കിന് ആദിവാസി കുട്ടികളും പട്ടികജാതി കുട്ടികളും ഡ്രോപ്പ് ഔട്ടാണ്. സ്കൂളുകളും കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ ചെന്നുകൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ഈ മുന്നണി ഇടതുപക്ഷം കേരളത്തിലെ ഈ സമൂഹത്തോട് കാണിച്ച ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ പറയുന്ന ലൈഫ് മിഷൻ പദ്ധതി രൂപീകരിച്ചപ്പോ
ഈ പണ്ടൊക്കെ പഞ്ചായത്ത്, ഇപ്പം ബാലമാഷ് ഇവിടെ ഇരിപ്പുണ്ട്, പഞ്ചായത്തിലൊക്കെ SC/ST ആളുകൾക്കാണ് വീട് കൊടുക്കാറുള്ളത്. പക്ഷേ പഞ്ചായത്ത് രാജ് സംവിധാനം വന്നതോടുകൂടി ഈ ഫണ്ട് മുഴുവൻ പൂൾ ചെയ്തുകൊണ്ട് ഇവർ ലൈഫ് മിഷനിലേക്ക് ഏൽപ്പിച്ചു. ഇന്ന് 100 വീട് കൊടുക്കണമെങ്കിൽ 10-15 വീട് മാത്രമേ SC/STക്ക് കിട്ടുന്നുള്ളൂ. ആ ബാക്കി ഈ 85% ഫണ്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പണവും പോകുന്നത് പട്ടികജാതി ഫണ്ടിൽ നിന്ന് ജനറൽ വിഭാഗത്തിന്. അത് ആയിക്കോട്ടെ, വാങ്ങുന്നതിൽ എനിക്ക് പരാതിയില്ല. ഞാൻ പറയുന്നത് ഈ സമൂഹത്തിന്റെ ഫണ്ട് പോലും കൃത്യമായി വിനിയോഗം ചെയ്യാതെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഈ സമൂഹത്തെ മുഴുവൻ പെരുവഴിയിലാക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ നടപ്പാക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റ് കേരളത്തിൽ തുടരുന്നത് ശരിയല്ല. ഭൂമിയായിട്ട് ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം. ഒരു കാലത്ത് ഈ കോവളം കൊട്ടാരത്തിന്റെ മതിൽ ചാടിക്കടന്ന് മിച്ചഭൂമി സമരം നടത്തിയ CPM AKG ഇന്നെന്താ സ്ഥിതി? ആ കോവളം കൊട്ടാരം ഉൾപ്പെടെ പാട്ടത്തിന് കൊടുത്തു. അപ്പം ഭൂമിയുടെ കാര്യത്തിൽ വമ്പൻ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഭൂവകാശ വനാവകാശ രേഖ തയ്യാറാക്കി. ബഹുമാന്യായ ഡോക്ടർ തരൂരായിരുന്നു നയരൂപീകരണ സമിതിയുടെ ചെയർമാൻ. അദ്ദേഹത്തെ കേസരി ഹാളിൽ തിരുവനന്തപുരത്ത് വിളിച്ചു വരിച്ചിട്ട് അതിന്റെ പകർപ്പ് കൊടുത്തു. ബഹുമാന്യായ ശ്രീ VM സുധീരനും CP ജോണും ഉൾപ്പെടെയുള്ള ആളുകൾ അത് കൃത്യമായി പഠിക്കുകയും UDF അതിന്റെ 100% നമ്മൾ മുന്നോട്ട് വെച്ച ആ മാനിഫെസ്റ്റോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇത്തവണയും അതിനുള്ളൊരു ശ്രമത്തിലാണ്. കഴിഞ്ഞ 10-ാം തീയതി കോട്ടയത്ത് പ്രത്യേകം 22ഓളം ദളിത് സംഘടനകളുടെയും ആദിവാസികളുടെയും നേതൃത്വത്തിൽ ഒരു സമ്മിറ്റ് വിളിച്ചുകൂട്ടുകയും തെലങ്കാനയിൽ ഈ വിഷയം അവിടെ SC/ST ഡെവലപ്മെന്റ് ആക്ട് നടപ്പിലാക്കാൻ മുൻകൈയെടുത്ത കോൺഗ്രസുമായിട്ട് ആത്മബന്ധമുള്ള ഒരു ലക്ഷ്മിദാസ് എന്ന് പറയുന്ന മല്ലയ്യ എന്ന് പറയുന്ന ആളെ വിളിച്ചു വരുത്തിക്കൊണ്ടാണ് ആ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നുണ്ട്. ഞാൻ ബഹുമാന്യായ KPC പ്രസിഡന്റിനോട് പറയുകയാണ്, ഈ വരുന്ന മാസം, അതായത് ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ചിൽ ഒരു വലിയൊരു സമ്മേളനം 10-22ഓളം ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിക്കൊണ്ട് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ച് അത് കൈമാറിക്കൊണ്ട് നയരേഖയായി രൂപപ്പെടുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ദലിതർ, ആദിവാസികൾ കോൺഗ്രസിനെ നെഞ്ചിലേറ്റെന്ന് ചോദിച്ചാൽ, കാരണം ഇതൊരു തുറന്നൊരു പുസ്തകമാണ്. കാരണം ഈ വിഷയം കേൾക്കാനുള്ള മനസ്സുള്ളൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അരിപ്പിയിലുള്ള എന്റെ അമ്മമാരിവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് ജാതിയോ മതമൊന്നും ഇല്ല. കാരണം ഞാൻ ഇങ്ങനൊരു പ്രഖ്യാപനം വന്നപ്പോൾ അവര് ദിവസങ്ങളോളം കരച്ചിലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഞാൻ കൈയൊഴിഞ്ഞു പോകും. പക്ഷെ ആ സമരം പരിഹരിക്കാനുള്ള 99% കാര്യങ്ങളും പൂർത്തിയായിട്ടാണ് ഞാനൊരു നിലപാടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. ഞാനും ഒരു കാലത്ത് ഒരു പക്ഷത്തിന്റെ ആളായിരുന്നു. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ അപ്പുറം മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സുണ്ട്. ഈ യുവനിര, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് എന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ അന്ന് ശ്രീ മാറോടി സാറായിരുന്നു ആ ജില്ലാ പ്രസിഡന്റ്. കാരണം അങ്ങനെ ഒരു ബന്ധമാണ്. കാരണം മനുഷ്യർ തമ്മിൽ, ഇപ്പൊ ചന്ദ്രനായാലും സാജു ആയാലും എണ്ണിപ്പറയാവുന്ന ഒരുപാട് ആളുകൾ ഈ നിരയിലുണ്ട് ഇരിക്കുന്നത്. കാരണം നമ്മൾക്ക് അങ്ങനെ ഒരു വേർതിരിവില്ല. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നലെയും മിഞ്ഞാന്നും നമ്മൾ MM മണിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുന്ന എന്താണ്? അവിടെ S രാജേന്ദ്രൻ എന്ന് പറയുന്ന BJPയിലേക്ക് ഇപ്പോൾ കാലുമാറി പോയിട്ടുള്ള ഒരാളുടെ കാല് വിട്ടും കൈവിട്ടും എന്നുള്ളതാണ്. ഇവിടെ ആയിഷ പോറ്റി ഉൾപ്പെടെ എത്രയോ CPMന്റെ നേതാക്കന്മാർ BJPയിലും കോൺഗ്രസിലും പോയി. ഒരു നേതാവിനെ കുറിച്ച് പറയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് പറയുന്നത്? CPMന്റെ വംശീയ മുഖമാണ്. കാരണം അദ്ദേഹം ഒരു പട്ടികജാതിക്കാരനാണ്, ഒരു പട്ടികജാതിയിൽ നിന്നുള്ള MLA ആണ്. അപ്പൊ ഇത് ഒരു സമുദായത്തെ കൃത്യമായി പറഞ്ഞാൽ വംശീയമായി ഉന്മൂലനം ചെയ്യുന്നതിന് വളരെ കൃത്യമായ രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് കോൺഗ്രസിന് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് ഈ സമൂഹത്തെ ചേർത്ത് നിർത്താൻ സാധിക്കും. ആ നിലയിൽ കേരളത്തിലെ ദളിതരുടെയും ആദിവാസികളുടെയും പാവപ്പെട്ട മനുഷ്യരുടെയും സാധാരണ മനുഷ്യരുടെയും ജീവത്തായ ആവശ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നയം രൂപീകരിച്ചുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന, ഞങ്ങളിപ്പം 5-6 ജില്ലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചെങ്ങറ സമരം ലോകം കണ്ട സമരമാണ്. 1495 പേർക്കാണ് ആ സമരത്തിൽ ഭൂമി കൊടുത്തത്. ആകെ ലഭിച്ച ഭൂമി എന്ന് പറയുന്നത് കേവലം 180 കുടുംബങ്ങൾക്ക് മാത്രമാണ്. ഇപ്പോഴും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞാനൊരു കേസ് ഫയൽ ചെയ്ത് ബാക്കി കുടുംബങ്ങൾക്ക് വേണ്ടി ഭൂമി കൊടുക്കാൻ വേണ്ടിയുള്ള സമരത്തിലാണ്. 2021 6 മാസത്തിനകം ഭൂമി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. അവരൊക്കെ അനാഥരാണ്. ഇപ്പോഴും ഏതെങ്കിലും കടയടക്കുന്ന സമയം നോക്കി ദൂരെ മാറിയുന്ന ഷട്ടറിന്റെ അടച്ച ഷട്ടറിന്റെ മുൻപിൽ അവിടെ ഈ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കിടക്കുന്ന എത്രയോ ചെങ്ങറ സമരക്കാരറിയാം. 1300 കുടുംബം അരിപ്പിയിലുണ്ടായിരുന്നു. ലോപിച്ച് 1500-ലേറെ കുറഞ്ഞു ആളുകൾ. ആറളത്തും ഞാൻ MLA യോട് പറയായിരുന്നു, ആറളം നമ്മുടെ കയ്യിൽ നിന്ന് പേരാവൂർ മണ്ഡലം പോകാനുള്ള
എല്ലാ രാഷ്ട്രീയ കരുനീക്കങ്ങളുമാണ് നടത്തുന്നത്. ശ്രീ വേലായുധന്റെ കാര്യങ്ങൾ അറിയാം. കാരണം അവിടെ ആ മണ്ണിന്റെ യഥാർത്ഥ ഉടമകൾ എന്ന് പറയുന്നത് പണിയരാണ്. ആ പണിയര് ഏതാണ്ട് 1400ഓളം പട്ടയം അവർ റദ്ദ് ചെയ്തു. ആ പട്ടയം റദ്ദ് ചെയ്തു. ഒരേക്കർ ഭൂമിയും ആ വീടും അവിടെ CPM നേതൃത്വത്തിൽ ആളുകൾ കയ്യേറിയിട്ട് അവിടെ താൽക്കാലിക കൈവശാവകാശം കൊടുത്ത് അവർ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല എങ്കിൽ ബഹുമാന്യായ KPC പ്രസിഡന്റ് അവിടെ മത്സരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെ നമുക്ക് തടയിടാൻ സാധിക്കണം. തടയിടാൻ സാധിച്ചില്ലെങ്കിൽ പേരാവൂർ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഞാൻ അവിടെ യോഗം ചേർന്ന് ശ്രീ ബിന്ദുവിനെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ട് അവിടെ SIR വോട്ട് ചേർക്കാൻ വേണ്ടി പറഞ്ഞ് 100-300 പേരെങ്കിലും ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. പക്ഷെ അതിനെ കൊണ്ട് കാര്യമില്ല. കാരണം ഒരു അർഹതയുമില്ലാത്ത ആളുകൾ ആ പട്ടയം റദ്ദ് ചെയ്താൽ പോലും അതിന്റെ പുതിയ അവകാശികളെ കണ്ടെത്തുന്നത് നിയമപരമായിട്ടാണ്. അവിടെ താൽക്കാലിക കൈവശ രേഖ ഉണ്ടാക്കിക്കൊണ്ട് 32,000 വോട്ട് ചേർത്താൽ 3071 വോട്ടിന് ജയിച്ച ബഹുമാന്യായ ശ്രീ MLA ഒരുപക്ഷെ അടുത്ത തവണ പ്രതിസന്ധിയിലുണ്ടാകും. അതുകൊണ്ട് ഇതിനെയൊക്കെ രാഷ്ട്രീയമായി കാണണം. രാഷ്ട്രീയമായി കണ്ട് പ്രതിരോധിക്കുക ഇതുകൂടിയായിരിക്കണം നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് ഏഴോത്തുനിന്ന് കുറെ മനുഷ്യർ വന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ശ്രീ മുഹമ്മദ് കുഞ്ഞി, ഈ മുമ്പിലിരിക്കുന്ന കാലിൽ വയ്യാത്ത ആൾ, 20-30 കൊല്ലം മുമ്പ് അവിടെ നിന്ന് ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചു. ഈ വർഷമാണ് ആ വാർഡ് തിരിച്ചു പിടിക്കുന്നത്. അവിടെ നമ്മൾ ജയിക്കുമെന്ന് കണ്ടപ്പോൾ ആ ബൂത്തിനകത്ത് കയറി അക്രമം നടത്തി. ഞങ്ങൾ കോടതി വഴിയും അവിടെ പ്രത്യേക സംരക്ഷണ ചുമതല വാങ്ങിയിരുന്നു. ക്യാമറയുണ്ടായിരുന്നു. അല്ലാതെ ഇലക്ഷൻ കമ്മീഷന് 7,500 രൂപ അടച്ചിട്ട് അതിന്റെ ക്യാമറയുണ്ടായിരുന്നു. കൃത്യമായി ആ ക്യാമറ തിരിച്ചു വെച്ചുകൊണ്ട് ഇതിനകത്ത് കയറിയിട്ടാണ് ഈ പറയുന്ന ബാബുരാജും ബോസും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് കയറി ആക്രമിക്കുന്നു, മൃഗീയമായി മർദ്ദിക്കുന്നു. ശ്രീ മുഹമ്മദ് കുഞ്ഞിയെ ഉൾപ്പെടെ വട്ടമിട്ടടിക്കുന്നു. ഒടുവിൽ ഞാൻ അതിനകത്ത് കയറി 2 പേരെയും പൊക്കിയെടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോസ് അപ്പോഴും അതിനകത്ത് ഇരിക്കുകയാണ്. കാരണം അവർക്ക് 35 വോട്ട് ചെയ്താൽ മതിയായിരുന്നു അവർക്ക് ജയിക്കാൻ വേണ്ടി. പക്ഷേ കൈയടിച്ച് പൊട്ടിച്ച ടി ബോസ് എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളിയുടെ നമ്മുടെ ഒരു നേതാവ് എല്ലാം സഹിച്ചിട്ട് അതിനകത്തിരുന്നു. എന്തായാലും 4 വോട്ട് മാത്രമേ പിന്നീട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ പോയതിനു ശേഷം അവിടെ നമ്മുടെ ദളിത് സ്ത്രീകളായ ആളുകളായിരുന്നു പുറത്ത് ബൂത്തിന് ചുറ്റും ഉണ്ടായിരുന്നത്. അവരവിടെ നിന്ന് ജാതീയമായി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ സ്ത്രീകളെ ജാതീയമായും മറ്റു മോശപ്പെട്ട സ്ത്രീകളാണെന്ന് പരസ്യമായി ആക്ഷേപിച്ചുകൊണ്ട് പട്ടിയെ പോലെ അവിടെ നിന്ന് അടിച്ചോടിച്ചു. എന്തായാലും ആ ബോസിന്റെ ചങ്കൂറ്റം, ആ റിസൾട്ട് വന്നപ്പോൾ 73 വോട്ടിന് ശ്രീ മുഹമ്മദ് കുഞ്ഞിയെ ജയിപ്പിക്കാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ജയിക്കാൻ സാധിക്കും. ഇതാണ് അവരുടെ ലക്ഷ്യം, തകർക്കുക എന്നുള്ളതാണ്. ഈ ജില്ലയിലെ പല ദളിത് ആദിവാസി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയും ഞാൻ വിളിച്ചിരുന്നു. ഞാനൊരു കോൺഗ്രസ് എന്ന രീതിയിലല്ല. കാരണം ഞാൻ വിളിച്ചിരിക്കുന്ന ഒരു മനുഷ്യരും ഞാനെടുത്ത തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു നക്സലൈറ്റുകാരനെ ശ്രീ സുബ്രഹ്മണ്യനെ ഒക്കെ അറിയാം. അവരുൾപ്പെടെ വിളിച്ചിരുന്നു. അഹമ്മദ് മാഷി ഉൾപ്പെടെ ഞാൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. നമ്മുടെ സാഹിബിന്റെ ഉമ്മയെ ഉൾപ്പെടെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. കാരണം ആ മനുഷ്യന്റെ ആത്മാവ് അത് എനിക്കൊരാവശ്യമുണ്ട്. കാരണം അങ്ങനെ എന്നെ നമ്മൾ സ്നേഹിച്ച ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അവസാന ദിവസവും അദ്ദേഹം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു തീവണ്ടി വൈകിട്ട് അരമണിക്കൂർ അവിടെ വൈകിയപ്പോ അദ്ദേഹത്തോട് 1/4 മണിക്കൂർ ഉണ്ടായിരുന്നപ്പോ അദ്ദേഹം സ്നേഹത്തോട് ചേർത്ത് പിടിച്ച് പറഞ്ഞിട്ട്, ആ സമരമൊന്നും തീർന്നില്ലല്ലോ, വലിയ സങ്കടം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയ, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടണമെന്നു. പിന്നീട് അദ്ദേഹം ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ പറയുന്നത്, കോൺഗ്രസിൽ നിന്ന് നമ്മൾ വഴിമാറി യാത്ര ചെയ്തപ്പോഴും ഈ ബന്ധങ്ങൾക്കൊന്നും ഒരു ഇടതടവും വെച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്നോടൊപ്പമുള്ള മനുഷ്യർ, അവർ ജാതിയും മതമല്ല, അവരിൽ പല രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷെ അവർക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത്, നിങ്ങളോടൊപ്പം എത്ര കാലം ഈ ജീവിതം അവസാനിക്കുന്നവരെ കോൺഗ്രസ് ആയാലും ഒരു വ്യക്തി എന്ന രീതിയിൽ കൂടെ നിൽക്കുമെന്നുള്ളതാണ് അവർക്ക് ഞാൻ കൊടുക്കുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് എന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചു, നിങ്ങളെയൊക്കെ പെരുവഴിയിലാക്കിയെന്ന് ആർലങ്കാരും കുറെ കരച്ചിലൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല, MLA സാർ അറിയാം. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം എന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ നടത്തിയിട്ടുള്ള ഈ ശ്രമത്തെ ബഹുമാന്യായ MLA സാർ അതിനു വേണ്ടിയുള്ള സമയം കണ്ടെത്തി. എനിക്ക് സന്തോഷമുണ്ട്. തീർച്ചയായും നമുക്ക് കൂട്ടായി മുന്നോട്ട് പോകാം. നമ്മുടെ എല്ലാവരും ആത്മാർത്ഥമായി നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ശ്രീ സോണിച്ചൻ കാഞ്ഞങ്ങാട് പോകേണ്ടായിരുന്നു. ഞാൻ ഒത്തിരി രൂക്ഷമായിട്ട്, കാരണം എനിക്ക് സ്വാതന്ത്ര്യമില്ലോണ്ടാണ് ഞാൻ പറയുന്നത്, മറ്റൊന്നും അർത്ഥത്തിലല്ല, രൂക്ഷമായിട്ട് പറഞ്ഞപ്പോഴാണ് വന്നത്. ശ്രീ ജോയ് വില്ലൻതാന സാർ ഇവിടെ ഓടിയെത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ പത്രത്തിൽ കണ്ട് ഇന്ന് രാവിലെ വിളിച്ച് ഞാൻ പറഞ്ഞു വന്നേക്കണം എന്ന് പറഞ്ഞ്, ഞാൻ എന്തായാലും വരുമെന്ന് പറഞ്ഞ്. ഇവിടെയാണ് ഞാൻ കണ്ടിട്ട് കൊല്ലങ്ങളായി. കാരണം അങ്ങനെ ഒരു ആത്മബന്ധം ഈ പാർട്ടിക്കകത്തുണ്ട്.
അതുകൊണ്ട് ആ ബന്ധത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. നിങ്ങൾ എന്നെ സ്വീകരിച്ചതിന് ഈ DCC കമ്മിറ്റി ശ്രീ മാർട്ടിൻ കാണിച്ച താല്പര്യം, ശ്രീ MP ഉണ്ണികൃഷ്ണനും നല്ല സഹപ്രവർത്തക എഴുപത്തിലെ ആറികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ഇടപെടൽ, അതോടൊപ്പം തന്നെ ബഹുമാന്യനായ MLA-യും KPCC പ്രസിഡന്റിന്റെയൊക്കെ അനുഗ്രഹവും ഒക്കെയാണ് എന്നെ തിരിച്ച് ഈ കുടുംബത്തിലേക്ക് എത്തിച്ചത്. എല്ലാവർക്കും നല്ല ഭാഷയിൽ നന്ദി രേഖപ്പെടുന്നു. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബഹുമാനായ KPCC-യുടെ പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗം.